സജിതാ മഠത്തിൽ ശ്രീമതി സജിതാ മഠത്തിൽ എന്റെ മനസ്സിൽ വന്ന ഒരു സംശയമാണ്, താങ്കൾക്കും ഒരുപക്ഷെ അത് തോന്നിയിട്ടുണ്ടാകും. അതായത് ഈ റിപ്പോർട്ട് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് ഒഴിവാക്കേണ്ട ചില ഭാഗങ്ങൾ അത് ഒഴിവാക്കി കൊടുത്തതായി കൂടെ. അതായത് കൃത്യമായി ചില ആളുകളിലേക്ക് പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ ഈ റിപ്പോർട്ടിൽ കടന്നു വന്നിട്ടുണ്ട്, 15 അംഗങ്ങൾ എന്നുള്ളത് കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പല റെഫറൻസുകളും റിപ്പോർട്ടിന്റെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്നുണ്ട്. അതൊന്നും കാണാത്തത് കൊണ്ട് മാറ്റാൻ പറ്റാത്തതായിരിക്കാം. പക്ഷേ ഈ 96-ന് ശേഷമുള്ള ഖണ്ഡികകളിൽ തുടർച്ചയായി അതേക്കുറിച്ച് പറയുന്നുണ്ട്. പൊതുസമൂഹം ഈ റിപ്പോർട്ട് ചർച്ച ചെയ്യണമെന്ന് കോടതി പറഞ്ഞതിന് ശേഷം ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ RTI പ്രകാരം ഒഴിവാക്കേണ്ട എന്ന് പറഞ്ഞിരുന്ന ഭാഗങ്ങൾ കൂടി ഒഴിവാക്കി കൊടുക്കുന്നത് ആരെ രക്ഷിക്കാനാണ്? അപ്പോൾ ഈ റിപ്പോർട്ട് കണ്ടില്ല, പഠിച്ചില്ല എന്നൊക്കെ പറയുന്നത് കള്ളത്തരമല്ലേ ശ്രീമതി സജിതാ മഠത്തിൽ? എനിക്കത് എന്താ പറയുക, കള്ളമാണ് എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. മറ്റ് ഇത് കാണേണ്ട ആളുകൾ ഇത് കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. WCC മാത്രമേ ഒരുപക്ഷെ ഇത് കാണാതിരുന്നിട്ടുണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അവരോട് അഭിപ്രായങ്ങൾ രഹസ്യമായിട്ട് ചോദിച്ചിട്ടുണ്ടാവും. അവര് അതില് പിന്നെ പേജുകൾ അപകടമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രം തന്നെയാണ് ഇത് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇതെല്ലാം നമുക്കറിയുന്ന കാര്യമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത് പുറത്തിറക്കാൻ നിങ്ങളെല്ലാവരും ഇനീഷ്യേറ്റീവ് എടുത്തു. അതൊക്കെ വലിയ കാര്യമാണ്. ഇപ്പോഴും നമ്മൾ ഇതാ കുറച്ച് പേജുകൾ ഇനിയും മാറ്റി വെച്ചിരിക്കണമെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഷോക്ക്ഡ് ആണ്. കാരണം നമുക്ക് ആഗ്രഹം ഇതിന്റെ പൊളിറ്റിസൈസ് ചെയ്യുക എന്നുള്ളതല്ല. ഇത് നമ്മളുടെ ആവശ്യം ഞങ്ങളുടെ തൊഴിലിടം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനെല്ലാവരും കൂടി പണിയെടുക്കുക. എല്ലാവരും കൂടി പണിയെടുക്കുക എന്നുള്ളത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. എന്തോ ശത്രുക്കളെ പോലെ ഞങ്ങൾ ഇൻഡസ്ട്രിയെ, മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ പോലും ഇതൊരു വലിയൊരു ഇൻഡസ്ട്രിയാണ്, ഇത്രയും അറിയപ്പെടുന്ന ഇൻഡസ്ട്രിയാണ്, അതിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളും അംഗീകരിക്കുന്നുണ്ട്. മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ലോകത്ത് എല്ലായിടത്തും അറിയപ്പെടുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിലിം ഇൻഡസ്ട്രിയാണ്. എല്ലാ റെസ്പെക്റ്റും അതിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുമ്പം ഞങ്ങൾക്കുണ്ട്, അഭിമാനമുണ്ട്. പക്ഷെ ഈ പ്രശ്നങ്ങളാണ്. അതൊരു ചെറിയ പ്രശ്നമല്ല. ഈ പ്രശ്നങ്ങളെല്ലാം മനസ്സിൽ വെച്ച് നിശബ്ദരായി നിൽക്കുന്ന മനുഷ്യർക്കൊപ്പം ഞങ്ങളൊരു വലിയൊരു സെമിനാറിൽ പങ്കെടുക്കണം എന്നൊക്കെ പറയുമ്പം അതൊക്കെ ഞങ്ങൾക്ക് വലിയ വിഷമമാണ്. കാരണം ഞങ്ങളെ തലയിൽ ഇത് പരിഹരിക്കാതെ ഞങ്ങൾ എങ്ങനെയാണ് വീണ്ടും ഇൻഡസ്ട്രിയെ മുഴുവൻ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്? അത് പോസിബിൾ ആവുമോ? ശ്രീമതി സജിതാ മഠത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഒരു കോൺക്ലേവിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്താണ് നേരിടുന്ന പ്രശ്നം എന്നുള്ളത് അഡ്രസ്സ് ചെയ്യണം. അത് അഡ്രസ്സ് ചെയ്യാൻ തയ്യാറല്ല, അതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറല്ല, പ്രതികരിക്കാൻ തയ്യാറല്ല, പഠിച്ചുകൊണ്ടേയിരിക്കും. ഒരു നീണ്ട പഠനമായിരിക്കും ഒരു പക്ഷേ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ല. 4.5 കൊല്ലം ഈ റിപ്പോർട്ട് മൂടി വെക്കപ്പെട്ടു. അതിനുശേഷം ആ റിപ്പോർട്ട് പുറത്തേക്ക് വന്നു. അതിന്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം, അതിൽ സ്ത്രീകൾ അവർ ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചാണ് പോയി മൊഴി നൽകിയത്. ആ ബുദ്ധിമുട്ട് അവർ സ്ത്രീകൾക്ക് വേണ്ടി എടുത്ത, താൻ മാത്രമല്ല മറ്റുള്ളവരും സുരക്ഷിതരായിരിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ബോധ്യപ്പെട്ടെടുത്ത ആ ഒരു ഇനിഷ്യേറ്റീവിനെയാണ് അത് കണ്ടില്ല എന്ന് നടിക്കുന്ന തരത്തിലാണ്, അല്ലെങ്കിൽ അതിന് പുല്ലുവില കൽപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ശ്രീമതി സജിതാ മഠത്തിൽ. നമ്മള് പ്രതീക്ഷിക്കുവാണ് ഇപ്പോഴും ഗവൺമെന്റ് ഈ കാര്യങ്ങൾ ആദ്യം ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് മാത്രമേ തുടർ പരിപാടികളിലേക്ക് പോകുള്ളൂ എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് ഞങ്ങൾ സംസാരിക്കാതെ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇത് ഇത്രയും വലിയ പ്രധാനപ്പെട്ട രേഖയാണ്. ആ രേഖ മുഴുവൻ മാറ്റി വെച്ചുകൊണ്ട്, ഈ ഡിസ്കഷൻ മുഴുവൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഇനി വലിയൊരു പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുക്കണം, എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഇൻഡസ്ട്രിയെ നന്നാക്കി കളയാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത്, എനിക്കറിയില്ല അത് മനസ്സിലാവുമോ എന്നുള്ളത്. ഞങ്ങൾ എന്തുമാത്രം ടെൻഷനോട് കൂടിയായിരിക്കും ആ സ്ഥലത്തേക്ക് പോവുക. അങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പോസിബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ ഗവൺമെന്റിന്റെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഈ കാര്യം ഒന്നിച്ചിരുന്ന് സംസാരിക്കണം. ഇതിപ്പോൾ കഴുകനും പ്രാവും ഒന്നിച്ചിരിക്കണം, അടുത്തടുത്തുള്ള കസേരകളിൽ ഇരിക്കണം എന്ന് പറയുന്നത് പോലെ ഒരു കോൺക്ലേവ്, ആ കോൺക്ലേവ്, നയരൂപീകരണം, അതൊക്കെയാണ് സർക്കാരിന്റെ മുൻഗണനാ വിഷയങ്ങൾ എന്നുള്ളത് ഇതുവരെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് ബോധ്യപ്പെട്ടതാണ്. അത് വളരെ നല്ല കാര്യമാണ്. കോൺക്ലേവ് എന്ന് പറയുന്നത് വലിയ നല്ല കൺസെപ്റ്റാണ്, യാതൊരു സംശയവുമില്ല. ഞാൻ ഇത്തരം കോൺക്ലേവുകൾ സംഘടിപ്പിച്ചിട്ടുള്ള ആളുമാണ്. പക്ഷെ എന്റെ പ്രശ്നം എന്ന് വെച്ചാല് കോൺക്ലേവിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ഇത്രയും ഗൗരവപ്പെട്ട ഒരു വിഷയം നമ്മുടെ മുന്നിൽ ഇരിക്കുവാണ്. അതിനെക്കുറിച്ച് ഇവരാരും ഒന്നും കമന്റ് ചെയ്തിട്ടില്ല. അങ്ങനെ കമന്റ് ചെയ്യാത്ത എന്താണ് ആലോചിക്കുന്നത്?
ഇടപെടാതിരിക്കുന്നത്? ഗവൺമെന്റ് എന്ത് രീതിയിലാണ് അതിലേക്ക് ഇടപെടുക? എന്തൊന്നും അറിയാതെ ഞങ്ങൾ അവരുടെ കൂടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ ട്രോളുകളും പരിഹാസങ്ങളും ഓരോ നിമിഷവും അനുഭവിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ സർവൈവ് ചെയ്യുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് ആ അവസ്ഥ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു മാധ്യമം എന്ന നിലയിൽ പിന്തുണയ്ക്കുക. WCC ആ സ്റ്റാൻഡിനൊപ്പമാണ് എക്കാലവും റിപ്പോർട്ടർ എന്ന മാധ്യമം നിന്നിട്ടുള്ളത്. അത് ഈ റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവരുന്നതിലടക്കം ഞങ്ങൾ തുടരുകയുമാണ്. ആ ഒരു ആത്മാർത്ഥതയോട് കൂടി തന്നെയാണ് ഇതേ വിഷയം ഞങ്ങൾ ഇപ്പോൾ സർക്കാരിന് അല്ലെങ്കിൽ ബന്ധപ്പെട്ട സിനിമാ സംഘടനകൾക്ക് ചർച്ച ചെയ്യാൻ സമയമില്ലെങ്കിൽ ഒരു ദിവസം ഞങ്ങൾ അതിനായി നീക്കി വെക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ ഈ വിഷയത്തിലാണ്. വിജയ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ രാഷ്ട്രീയമല്ല. അതായത് പിന്നെ ഓരോ എല്ലാ സംഘടനകളും വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, അവരുടേതായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. പക്ഷെ ഞങ്ങൾക്ക് ഒരൊറ്റ പൊളിറ്റിക്സേ ഉള്ളൂ. അത് ഞങ്ങൾ ജീവിക്കുന്ന, ഞങ്ങൾ വർക്ക് ചെയ്യുന്ന തൊഴിലിടം മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരത്തെ ഞങ്ങൾ നിൽക്കണം, ആത്മാർത്ഥമായിട്ടും കൂടെ നിൽക്കണം. മറ്റ് ഫിലിം ഓർഗനൈസേഷൻസ് അത് മനസ്സിലാക്കണം, പഠിക്കണം, അത് പരിഹരിക്കണം, ഒന്നിച്ച് നിന്ന് പരിഹരിക്കണം. ഈ ഒരൊറ്റ ആവശ്യം, ചെറിയൊരു ആവശ്യം ഞങ്ങൾക്കുള്ളൂ. പക്ഷേ ആ ആവശ്യത്തിന് തടസ്സമായി നിൽക്കുന്നത് അല്ല വേണ്ടത്. എല്ലാവരും ശത്രുക്കളാക്കുക ചെയ്യുന്നത്. ആരും ശത്രുക്കളാവുക എന്നതിനപ്പുറം ഇതിൽ രാഷ്ട്രീയം ഒന്നുമല്ല ശ്രീമതി സജിത മഠത്തിൽ. ഇവിടെ ഒരു പവർ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട, അല്ലെങ്കിൽ അവർക്ക് വിധേയപ്പെട്ട് നിൽക്കേണ്ട ഒരു ബാധ്യതയിലേക്ക് എന്തിന് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ നിൽക്കണം? മറ്റേത് പൗരനെയും പോലെ തന്നെയാണ് ടെലിവിഷൻ, സിനിമ, ഏത് വ്യവസായ മേഖലയിലുമുള്ള ഏത് പൗരനെയും പോലെ തന്നെയാണ് ഈ പവർ ഗ്രൂപ്പിൽപ്പെട്ട 15 പേരും. ഖേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നതാണ് ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ച്, അല്ലാതെ ഊഹാപോഹങ്ങളല്ല. മൊഴികൾ കിട്ടിയതിൽ നിന്ന് അവർ എത്തിച്ചേർന്ന അനുമാനമാണ്, നിഗമനമാണ്. അതുകൊണ്ട് നമുക്ക് സർക്കാർ ഏൽപ്പിച്ച ഒരു കമ്മിറ്റി പറയുന്ന വാചകം നമുക്കും ആവർത്തിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ പവറിനെ പേടിക്കുന്നത് എന്തിനാണ്? ജനങ്ങൾ കൊടുത്ത സൂപ്പർ പവറാണ്, അധികാരത്തിലേറ്റിയിരിക്കുന്നത് ജനങ്ങളുടെ സൂപ്പർ പവറാണ്. അതാണ് തിരിച്ചറിയേണ്ടത്. അത് തിരിച്ചറിയാനുള്ള ഒരു ആർജവം കാണിക്കുന്നില്ല. അത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം ശ്രീമതി സജിത മഠത്തിൽ. ഏതായാലും പിന്നെ റിപ്പോർട്ടറും അതുപോലെയുള്ള എല്ലാ മാധ്യമങ്ങളും നൽകുന്ന ഞങ്ങൾ താങ്ക്സ് പറയുന്നു. ഞങ്ങളിത് മുന്നോട്ട് തന്നെ പോവും. വളരെ ചെറിയ ശബ്ദമായിരിക്കും ഞങ്ങളത്, പക്ഷെ ഞങ്ങൾക്ക് മുന്നോട്ട് പോയേ പറ്റൂ. കാരണം ഞങ്ങൾ അടുത്ത തലമുറയ്ക്ക്, ഞങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ, ഈ ഇൻഡസ്ട്രീൻ്റെ അകത്ത് പണിയെടുക്കാൻ ഇനി സാധിച്ചില്ലെങ്കിലും അടുത്ത തലമുറയ്ക്കെങ്കിലും ഇവിടെ സമാധാനവും സന്തോഷവും അതേപോലെ തന്നെ ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കാൻ പറ്റണം എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. നിങ്ങൾ കണ്ണടച്ചാലും ഒന്നും, ആര് കണ്ണടച്ചാലും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാലും റിയൽ ആയിട്ടും ഇതുണ്ട്. അതിനാണ് സത്യസന്ധമായിട്ട് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ.